ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്നെ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഉണ്ടോ, ബാക്കിലില്ല, 19 ആണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ 3 ഇട്ടു, ഇവിടെ 3, ഇവിടെ 3. ഓക്കെ, എന്നിട്ട് നമുക്ക് മൂക്കിൻ്റെ ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് നെറ്റിൻ്റെ ഇവിടെ 1, 2, 3 ഇട്ടു. ഇവിടെ നീളത്തിനൊരെണ്ണം, ഇവിടുന്ന് നീളത്തിനൊരെണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതിനു നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമ്മളപ്പോൾ ഈ പോർഷൻ ഇത്തിക്കൂടെ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഈ പോർഷൻ കഴിഞ്ഞു. കണ്ടോ, ഇവിടത്തേൻ്റെയും ഇടത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ സൈഡ് ചെയ്യാം. നമ്മൾ ഫാൻ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇത്തിരി വേർക്കും. ഫൗണ്ടേഷൻ ഇട്ടാൽ വേർത്ത് കഴിഞ്ഞാൽ ഒലിച്ച് പോവും. അപ്പോൾ ഞാൻ പോയി ഫാൻ ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ട്, ഇനി വേർക്കില്ല. അപ്പം ഗൈസ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പൗഡർ ഇടാം. ഞാൻ വെള്ളത്തെ വർക്ക് ഇടാനുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുണ്ട്, പക്ഷെ ഞാൻ അതല്ല യൂസ് ചെയ്യുന്നത്, വേറെയാണ്. എനിക്കായിട്ട് തന്നെ ഒരു ബ്രഷുണ്ട്. ഈ ബ്രഷ് ഞാൻ ഈ പൗഡറിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ബ്ലഷിനും യൂസ് ചെയ്യും, പൗഡറിനും യൂസ് ചെയ്യും. ഇതെനിക്ക് പൗഡർ ഇടുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞാൻ ഈ വലിയ ബ്രഷ് ഫൗണ്ടേഷന് യൂസ് ചെയ്യും. അവിടെ കണ്ണാടി ഉണ്ട്, അതാണ് ഞാൻ അവിടെ നോക്കി കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ നോക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ ബ്യൂട്ടീഷ്യൻ റൂമിലിരുന്നാണ്. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐ ഷാഡോസ് ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരു ഐ മേക്കപ്പിൻ്റെ ഇപ്പോൾ നമ്മൾ ബ്രഷ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിന് മാച്ചിഡായിട്ടും മാച്ചിഡ് ഇല്ലാത്തതായിട്ടുള്ള ഒരു കളറാണ് എടുക്കാൻ പോണത്. ഈ കളറാണ് ഞാൻ എടുക്കാൻ പോണത്. ഈ കളറാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന കളറാണ് ഞാൻ എടുക്കുന്നത്. അതാകുമ്പോൾ മാച്ചിഡും അല്ല മാച്ചിഡും ആണെന്നാണ്. ഓക്കെ ഗൈസ്, ഐ മേക്കപ്പ് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഐ മേക്കപ്പ് നമുക്ക് തെറ്റി വല്ലതും പോയാൽ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ച് നോക്കുന്ന ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട്.
നമ്മൾ കുറച്ച് ഡാർക്കായിട്ടാണ് ഇടുന്നത് കേട്ടോ. കാണിച്ചത് കണ്ടോ, കുറച്ച് ഡാർക്കാണ് ഇത്. നമുക്ക് ഇതിലായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇത് ആദ്യം നമ്മൾ 2 കണ്ണിലും ഇടും, എന്നിട്ട് വേറൊരു ഇതും കൂടെ ഇടുമേ. നമ്മൾ ഒരു കണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണിൽ നമുക്കിടാം. നമ്മൾ അടുത്ത കണ്ണിൽ ഇടാൻ പോകുകയാണ്. നമ്മൾ 2 കണ്ണും ഒരേപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഡാർക്ക് കളർ കൊടുക്കുകയാണ്. ഡാർക്ക് കളർ മീൻസ് അത് നമ്മൾ പിങ്കി അല്ലേ ഇട്ട, അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് വേണ്ടി, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളർ കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലൊരു നാച്ചുറൽ കളറാണ്, ഒരു ഫ്ലവറിൻ്റെ ഒരു കളറാണ്. ആ ഫ്ലവറിൻ്റെ നെയിം എനിക്കറിയില്ല. ഒരു നല്ല കളറാണ്, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. പക്ഷെ ബ്രൗണിഷ് ഷെയ്ഡാണെന്ന് തോന്നിക്കത്തില്ല. നമ്മൾ കണ്ണിൻ്റെ മേളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും. ഇതാ കണ്ടോ, അപ്പോൾ അത് ആ ഒരു ലൈൻ കണ്ടോ. ഇനി കുറച്ചും കൂടെ ഡാർക്ക് ആക്കും. ആകുമ്പോൾ അതെന്തറിയാമോ ഇങ്ങനെ തട്ടിയേ, അതാകുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഡാർക്ക് വൃത്തികേടായിട്ടിരിക്കും. കുറച്ചും കൂടെ ഡാർക്ക് വരുമ്പോൾ നമ്മൾ പിങ്ക് ഇട്ടോട്ടെ. കണ്ടോ ഗൈസ്, ബ്രൗൺ കണ്ടോ. നമുക്ക് അടുത്ത കണ്ണിൽ ചെയ്യാം. ഗൈസ്, നമ്മൾ 2 കണ്ണിൽ ഐ മേക്കപ്പ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് കളർ എടുക്കുകയാണ്. അതിന് ആർക്കും കാണിച്ചു കൊടുക്കില്ല, പക്ഷെ ബ്രഷിൽ എടുത്തിട്ട് കാണിച്ചതാണ്. കണ്ടോ, കണ്ടോ, ഈ കളറാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇട്ടോട്ട് അത് കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് തോന്നും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റർ. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹൈലൈറ്ററിന് ഉപയോഗിക്കും കേട്ടോ, ഈ ബ്രഷ്. ഇനി നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ബ്ലഷ് ഞാൻ ഐ ഷാഡോ ഇട്ടെന്നാണ് എടുക്കുന്നത്. ഈ കളറാണ് കേട്ടോ, ആദ്യത്തെ കളർ. അത് നല്ല സൂപ്പർ അടിപൊളി കളറാണ്. നമ്മൾ അതാണ് എടുക്കുന്നത്. അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ റെഡിഷ് കളറാണ് കേട്ടോ. കുറച്ച് ഡാർക്ക് ഇടുന്നില്ല, ലൈറ്റ് എടുക്കും. ഈ ബ്രഷിൽ ഡാർക്കായിട്ട് തോന്നും, പക്ഷെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ തോന വന്നാൽ ഒരു 5 പ്രാവശ്യം ഇവിടെ ഇട്ടിട്ട് ഈ ബ്ലഷ് യൂസ് ചെയ്യാത്ത ബ്രഷ് കൊണ്ട് ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പം അത് നല്ല നൈസ് കളറാകും കണ്ടോ. ഇനി നമുക്ക് ഈ ചീപ്പിലിടാം. നമുക്കില്ലേ, നമ്മൾ മുഖത്ത് ഒരു ബ്രൈഡൽ ലുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് മാത്രം ഇടാതെ ചില
ബ്യൂട്ടീഷ്യൻസ് കഴുത്തിലും കൂടെ ഇടും. ആ വൃത്തികേടും കൂടെ മാറാനായിരിക്കും. അത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഏതെങ്കിലും ഒരു ബ്യൂട്ടീഷ്യനാണ് അത് കാണുന്നതെങ്കിൽ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് എനിക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇതിടാം. കൂടിപ്പോയി, അപ്പോൾ നമ്മൾ മാറ്റിക്കളയാം. നമുക്ക് ഇവിടെ ഇടാം. ഇങ്ങനെ നമ്മളൊരു വര കൊടുത്തിട്ട് ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ഇനിയും ലിപ്സ്റ്റിക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി എടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൈ വെച്ചായിരിക്കണം. ഇത് നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടോ. നമ്മുടെ ലിപ്സ്റ്റിക് ഇത്തിരി പുറത്തായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിത്തിരി മറയ്ക്കാനായിട്ട് ഞാൻ പൗഡർ ഇട്ടു, അത് കുറവായിരുന്നു. അപ്പം നമുക്ക് അതിത്തിരി മറയ്ക്കാനായിട്ട് കുറച്ച് പൗഡർ ഇടാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടത് നോക്കാം. ഇട്ടത് കുറവായിപ്പോയി. വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഡാർക്ക്നെസ് പോലെ ഇരിക്കും. അത് ലിപ്സ്റ്റിക്ക് മാത്രമാണോ കേട്ടോ ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് നമുക്ക് മുടി ഇട്ടാം. മുടി ഞാൻ കെട്ടുന്നില്ല, അയച്ചിടും. ഇത്തിരി എണ്ണ ഓവറായിട്ടിട്ടു, എന്നിട്ട് ഷാമ്പു ഇട്ടു. അതുകൊണ്ട് ഇത്തിരി എണ്ണ കൂടുതലായിരിക്കും. ഞാൻ ഒതുക്കി വയ്ക്കുന്നില്ല, ഞാൻ പിന്നീട് അയച്ചിടും. ഞാൻ ആദ്യം ഇത്തിരി ഇങ്ങനെ കെട്ടിക്കോട്ടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ നമുക്ക് ഇത്തിരി പഫി ആയിട്ട് കിട്ടും. കണ്ടോ? ഇതിനി നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അത് നമ്മൾക്ക് ഒതുങ്ങിയിരിക്കും. നമുക്ക് ഒതുങ്ങാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ അപ്പം നല്ല രസമായിരിക്കും. എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ലോങ് ഹെയർക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നല്ല രസമായിരിക്കും, പഫി ആയിട്ട് കിടക്കും. ഇനി നമുക്ക് ഈ മേക്കപ്പൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. മീൻസ് ഒന്നും കൂടെ ഇത്തിരി ഡാർക്കായിട്ട് ഇടാം. ലിപ്സ്റ്റിക് നമ്മൾ ഡാർക്കായിട്ട് ഇടുന്നില്ല, അത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്. അത് ഞാൻ ആദ്യം ഇട്ടപ്പം കുറവായിരുന്നു ഇട്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ലിപ്സ്റ്റിക് ഇടുന്നില്ല. ബാക്കിയെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാം. ഫൗണ്ടേഷൻ നമ്മൾ കുറച്ചിടുന്നു. നമ്മൾ കഴുത്തിലിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് കഴുത്തിലിടണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. നമ്മൾ ഇവിടം വരെ ഫൗണ്ടേഷൻ ഇട്ടു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ഫൗണ്ടേഷനാണ് എടുത്താൽ അതെടുത്ത് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ ആ വ്യത്യാസം കണ്ടോ?
ഇവിടെ പൗഡർ ഇട്ട്, ഇവിടെ പൗഡർ ഇട്ടില്ല. ഇനി നമുക്ക് ഇത്തിരി പൗഡർ ഇടാം. നമുക്ക് ആ വലിയ ബിഗ് ബ്രഷ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇത്തിരി പെട്ടെന്ന് ഇടാമല്ലോ. നമുക്ക് കുറച്ചും കൂടെ പൗഡർ ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ പൗഡർ ഇട്ടു. ഇനി നമുക്ക് ഇടാൻ പോകുന്നത് ഇത്തിരി ബ്ലഷ് ഇടാം. നമ്മൾ ബ്ലഷ് നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ബ്ലഷ് ഇടാം. നമ്മൾ ഇത്തിരി ബ്ലഷ് ഇട്ടു. നമുക്കില്ലേ, ഞാൻ ഇത് കണ്ണാടി നോക്കിയിട്ട് വരാം. കാരണം എൻ്റെ മുഖത്തിത്തിരി മാറ്റാനുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ കണ്ണാടി നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. മാത്രമല്ല ബിഫോറും ആഫ്റ്ററിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ആഫ്റ്റർ. ബിഫോറിൻ്റെ ഫോട്ടോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീണ്ടും ഇതുപോലെ തന്നെ ഒരുങ്ങിയിട്ട് ഇട്ടുന്നതായിരിക്കും. താങ്ക് യു.